വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംബോ സർവേയിൽ തന്നെ പോർഷൻസ് ആയിട്ടുള്ള ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ആണ്. സോ ഫോർ ബിയറിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ ഫോർവേഡ് ബിയറിംഗ് എന്നും ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷൻസിലായിരിക്കും നമ്മളിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കുന്നത്. ഇതല്ലെങ്കിൽ വേറൊരു പോയിന്റ് കൂടെ നമുക്ക് പറയാം, ബിയറിംഗ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് സർവേ നടക്കുന്ന അതേ പ്രോഗ്രസ്സിൽ തന്നെ ആ ഒരു ഡയറക്ഷനിൽ എടുക്കുന്ന ബിയറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എ ബി എന്നുള്ള ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഞാൻ ഫോർ ബിയറിംഗ് എന്ന് പറയും. ഇനി അതിൻ്റെ നേരെ റിവേഴ്സ് ബി എ എന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഞാൻ ബാക്ക് ബിയറിംഗ് എന്നായിരിക്കും പറയുന്നത്. ബാക്ക് ബിയറിങ്ങിനെ പറയുന്ന വേറൊരു പേരാണ് റിവേഴ്സ് ബിയറിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ബിയറിംഗ് എന്ന് പറയാം. അപ്പോൾ അത് നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ WCBയിൽ ആണ് എടുക്കുന്നതെങ്കിൽ പൊതുവെയുള്ള ഇക്വേഷൻ ഫോർ ബിയറിംഗ് ഇസ് ഇക്വൽ ടു ബാക്ക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർ ബിയറിങ്ങിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കുക, ഇതിപ്പം കോമൺ ഇക്വേഷൻ, ഇതിൽ തന്നെ എനിക്കിപ്പോൾ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്ക് ബിയറിംഗ് അപ്പോൾ ഞാൻ എടുക്കേണ്ടത് എങ്ങനെയായിരിക്കും, ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആയിട്ട് എടുക്കും. അതിൽ പ്ലസ് ഏതാണ് നെഗറ്റീവ് എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ എടുത്തിരിക്കുന്ന ഇഫ് ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് 180 ഡിഗ്രീനേക്കാളും കുറവാണെങ്കിൽ ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഇനി ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് 180 ഡിഗ്രീനേക്കാളും കൂടുതലാണെങ്കിൽ ഞാൻ അവിടെ നെഗറ്റീവ് സൈൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പ്ലസ് മൈനസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഞാൻ RB ആണ് എടുക്കുന്നതെങ്കിൽ, റെഡ്യൂസ്ഡ് ബിയറിങ്ങിലാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ ഒരു ചേഞ്ചും വരില്ല. നോർത്തിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നേരെ എന്തിലാവും, സൗത്തിലോട്ടാവും. ഇനി അതല്ല എങ്കിൽ തിരിച്ച് എന്നുവെച്ചാൽ നോർത്തിൽ തന്നിരുന്നാൽ സൗത്തിലോട്ടും സൗത്തിൽ തന്നിരുന്നാൽ നോർത്തിലോട്ടും ആവുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈസ്റ്റിൽ തന്നിരുന്നാൽ വെസ്റ്റിലോട്ടും വെസ്റ്റിൽ തന്നിരുന്നാൽ ഈസ്റ്റിലും. ന്യൂമറിക്കലി ഒരു വ്യത്യാസവും വരില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ N40 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഞാൻ പറഞ്ഞു ന്യൂമറിക്കലി വ്യത്യാസം വരില്ല. 40 ഡിഗ്രി അതുപോലെ എഴുതാം, പക്ഷേ നോർത്ത് സൗത്ത് ആവും, ഈസ്റ്റ് വെസ്റ്റ് ആവും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ WCB നമ്മൾ ചെയ്തെഴുതേണ്ടി വരും. ഇപ്പോൾ WCBയുടെ ഒരു എക്സാമ്പിൾ എഴുതാം, WCBയുടെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ബാക്ക് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ഒരു 50 ഡിഗ്രി 50 മിനിറ്റ്സ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ബാക്ക് ബിയറിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ, ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. ഇനി ഫോർ ബിയറിങ്ങിൻ്റെ വാല്യൂ 50 ഡിഗ്രി 50 മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവ് സൈൻ ആണെന്നറിയാം. സോ അപ്പോൾ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർ ബിയറിംഗ് 50 ഡിഗ്രി 50 മിനിറ്റ്സ് പ്ലസ് 180 ഡിഗ്രി ചെയ്താൽ മതി. നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 230 ഡിഗ്രി 50 മിനിറ്റ്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗിൽ വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ബാക്ക് ബിയറിങ്ങോ അല്ലെങ്കിൽ ഫോർ ബിയറിങ്ങോ കണ്ടുപിടിക്കാനല്ല. ഞാനിതിൽ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. എങ്ങനെയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് bearing of OA is 50 degree. Bearing of OB is equal to 75 degree. Find angle AOB. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ഒരു ക്വാഡ്രൻ്റ് ബേസ് എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫിഗർ വരയ്ക്കാതെ തന്നെ ഒരേ ഫേസിൽ പല ക്വാഡ്രൻ്റ് ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓരോ ടെസ്റ്റ് നോക്കുമ്പോൾ മിക്ക ടെസ്റ്റിലും കാണാൻ പറ്റുന്നത് ഈ ഒരു ബേസിസിലുള്ള ഫിഗേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങളിതിൽ കാണുന്നത്. ഞാനപ്പോൾ ഈ ഒരു രീതിയിലല്ല, ഒരു ക്വാഡ്രൻ്റ് ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത്. സോ നമ്മളെപ്പോഴും വരയ്ക്കുന്ന പോലെ തന്നെ എന്ത് വരയ്ക്കുക, ആദ്യം ക്വാഡ്രൻ്റ് വരയ്ക്കുക. ബിയറിംഗ് ഓഫ് OA-OB എടുക്കുക. OA-യും OB-യും ആണ് തന്നേക്കുന്നത്. OA 50 ഡിഗ്രിയും OB 75 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഏതാണ് നമുക്ക് മനസ്സിലായി, O ആണെന്ന് മനസ്സിലായി. OA എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് OA. അത് എത്ര ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്, 50 ഡിഗ്രി. രണ്ടാമത് പറയുന്ന OB എന്ന് പറയുന്നതും ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ തന്നെയാണ് വരുന്നത്, അത് 75 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്,
ആംഗിൾ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് വെച്ചാൽ ആംഗിൾ AOB. ഇത്രയും പോർഷൻ മതി നമുക്ക്. അപ്പോൾ ഇത്രയും പോർഷൻ മതിയെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തുകൂടെ? ഇത്രയത്തിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആംഗിൾ AOB എന്ന് പറയുന്നത് 75 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി, 25 ഡിഗ്രി. ഇനി ഇത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് മനക്കണക്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാനിത് പിന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 75ഉം 50ഉം ആണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഫിഗർ മനസ്സിൽ കണ്ടിട്ട് തന്നെ 25 ഡിഗ്രി ആണെന്ന് ആൻസർ പറയാൻ പറ്റും. എങ്കിലും സ്റ്റെപ്പ് വഴി പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ബിയറിംഗ് ഓഫ് PQ ഈസ് 130 ഡിഗ്രി, QR ഈസ് 40 ഡിഗ്രി. ആംഗിൾ PQR ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് PQ 130 ഡിഗ്രിയും QR ആണ് 240 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, PQവും QRും ആണ്. അപ്പോൾ സെൻറ്റർ വരുന്ന പോയിൻറ്റ്സ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പാടാണ്. നമ്മൾ പഠിച്ച മെത്തേഡിലാണെങ്കിൽ വരയ്ക്കാൻ പാടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെന്ന് QR തന്നിട്ടുണ്ട്. അപ്പോൾ PQവിനെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ബാക്ക് ബിയറിംഗ് എടുത്തത്. ഫോർ ബിയറിംഗ് ആണ് 130 ഡിഗ്രി തന്നിട്ടുള്ളത്. സോ PQവിൻ്റെ ബാക്ക് ബിയറിംഗ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കുമ്പോൾ 180 ഡിഗ്രീനേക്കാളും കുറവുള്ള ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കുമ്പോൾ QP എന്നാക്കണമെങ്കിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു എനിക്ക് തന്നിരിക്കുന്ന ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് 310 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ബാക്ക് ബിയറിംഗ് കിട്ടി. അപ്പോൾ എനിക്ക് എങ്ങനെയാണ്? QP എന്ന് പറയുന്നത് 310 ഡിഗ്രി എന്നും QR എന്ന് പറയുന്നത് 240 ഡിഗ്രി എന്നും കിട്ടി. ഇനി ഇത് വെച്ച് ഞാൻ ക്വാഡ്രൻ്റ് വരയ്ക്കുവാണ്. സോ 310 ഡിഗ്രി, 310 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. 240 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് Q ആണ്, QPയും അതുപോലെ തന്നെ ഇത് QR ആണ് വരുന്നത് 240 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് Q ആണ്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? QP എന്ന് പറഞ്ഞാൽ 310 ഡിഗ്രി ആണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ രണ്ടാമത് എടുത്തേക്കുന്നത് 240 ഡിഗ്രി. ഈ ഒരു രീതിയിലാണ് ആംഗിൾ വരുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന എന്തുവാണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞ ആംഗിൾ PQR എന്ന് പറഞ്ഞത് ഇത്രയും പോർഷൻ ആംഗിൾ PQR ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, 310ൽ നിന്ന് 240 മൈനസ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് ആംഗിൾ PQR കിട്ടൂലേ? എത്രയാണ്? 310ൽ നിന്ന് 240 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. നമുക്ക് ആൻസർ വരുന്നത് 70 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് PQR ആണ്. അപ്പോൾ അതിൻ്റെ QP ആക്കി എന്ന് വെച്ചാൽ ബാക്ക് ബിയറിംഗ് എടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിയറിംഗ് ഓഫ് OA ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി 30 മിനിറ്റ്സ്, OB 300 ഡിഗ്രി 12 മിനിറ്റ്സ്. ഫൈൻഡ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ആംഗിൾ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് വരയ്ക്കാം. നേരത്തെ പോലെ തന്നെ നമ്മൾ ക്വാഡ്രൻ്റ് വരച്ചു. OA എന്ന് പറയുന്നത് നടുക്ക് O ആണെന്നറിയാം. OA എന്ന് പറയുമ്പോൾ ഇത്രയുമാണ് വരുന്നത്, 25 ഡിഗ്രി 30 മിനിറ്റ്സ് OA. അടുത്ത് വരുന്ന OB ആണ്. OB എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലാണ് വരുന്നത്. OB എന്ന് പറയുമ്പോൾ എടുക്കുന്ന നമ്മൾ എത്ര വരും? ഇത്രയും പോർഷനാണ് വരുന്നത്. സോ 300 ഡിഗ്രി 12 മിനിറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആംഗിൾ AOB, ആംഗിൾ AO ഇത്രയും പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗിൾ AOB അതിൽ 25 ഡിഗ്രി ഉണ്ട്. ഇത്രയും പോർഷൻ കൂടെ കണ്ടുപിടിച്ചാൽ, ഈ ഒരു പോർഷൻ കൂടെ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്തുവാണ്? ഈ പറഞ്ഞിരിക്കുന്ന 300 ഡിഗ്രി 12 മിനിറ്റ്സിൽ നിന്ന് നമുക്ക് 25 ഡിഗ്രി 30 മിനിറ്റ്സ് കുറയ്ക്കാം. എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം അത്രയും കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എക്സ്റ്റീരിയർ ആംഗിളേ കിട്ടുള്ളൂ. നോക്കിക്കേ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ പുറത്തുള്ള ആംഗിൾ അല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 300 ഡിഗ്രി 12 മിനിറ്റ്സ് മൈനസ് 25 ഡിഗ്രി 30 മിനിറ്റ്സ് വേണം ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. 300 ഡിഗ്രി 12 മിനിറ്റ്സ് സീറോയുടെ ടേമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ 300 ഡിഗ്രി 12 മിനിറ്റ്സിനെ എനിക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെങ്ങനെ എനിക്ക് ചെയ്യാം? 299 ഡിഗ്രി 60 മിനിറ്റ്, വീണ്ടും ഇവിടെ ഒരു 12 മിനിറ്റ് കിടക്കുന്നു, പ്ലസ് 12 മിനിറ്റ്. അപ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 299 ഡിഗ്രി 72 മിനിറ്റ്സ് എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. സോ
അത് ചെയ്യുമ്പോൾ 299 ഡിഗ്രി 72 മിനിറ്റ് മൈനസ് എന്ത് വേണം 25 ഡിഗ്രി 30 മിനിറ്റ്സ്. എനിക്ക് ചെയ്യുമ്പം കിട്ടുന്നത് 274 ഡിഗ്രി 42 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് ആദ്യമേ എഴുതിയേ ഉള്ളൂ. അപ്പോൾ നോർമലി എനിക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 180 ഡിഗ്രീനേക്കാളും മുകളിലുള്ള ഒരു വാല്യൂ ആണ്. സോ 180 ഡിഗ്രീനേക്കാളും മുകളിലുള്ള വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അപ്പോൾ തന്നെ നോക്കുക, അത് എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും, ഒരിക്കലും ഇൻക്ലൂഡഡ് ആംഗിൾ ആയിരിക്കില്ല. അത് പുറമേ ഉള്ള ആംഗിളാണ്. നമുക്കത് പോയി കാണുമ്പോൾ തന്നെ അറിയാം. 300 നിന്ന് 25 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് എക്സ്റ്റീരിയറേ കിട്ടുള്ളൂ. സോ എക്സ്റ്റീരിയർ ആംഗിളാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇനി ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന 274 ഡിഗ്രി 42 മിനിറ്റ്സ് മൈനസ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നിന്ന് ആ എക്സ്റ്റീരിയർ ആംഗിൾ മൈനസ് ചെയ്താൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. അതിന് വേണ്ടി തന്നെയാണ് ആദ്യം എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 360 ഡിഗ്രീനെ അങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു മിനിറ്റ് ഉണ്ട്. അതിന് നമ്മൾ എങ്ങനെ വേണം ചെയ്യാൻ? 359 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 274 ഡിഗ്രി 42 മിനിറ്റ്സ് ചെയ്യാം. സോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ആൻസർ 85 ഡിഗ്രി 18 മിനിറ്റ്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ശ്രദ്ധിക്കുക, 360 359 ഡിഗ്രി 60 മിനിറ്റ് ആക്കി. അതുപോലെ തന്നെ ഇവിടെ വന്നേക്കുന്ന 300 ഡിഗ്രി 12 0 വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ കുറച്ച് ആൻസേഴ്സിലൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെയാണ് അതിനെ കൺവേർട്ട് ചെയ്ത് 299 ഡിഗ്രി 60 മിനിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ ഇപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ആണെന്ന് നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് അറിയില്ല അത് കിട്ടുന്ന എക്സ്റ്റീരിയർ ആണോ ഇൻറ്റീരിയർ ആണോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? 300 ഡിഗ്രി 12 നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 180നേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക. ഗ്രേറ്റർ ആണ് എങ്കിൽ അത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, അതിൽ വ്യത്യാസമില്ല, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 360യിൽ നിന്ന് എക്സ്റ്റീരിയർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. നമുക്ക് വേണ്ട ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. ഇൻക്ലൂഡഡ് ആംഗിൾ AOB ആണ് നമുക്ക് കിട്ടിയ 85 ഡിഗ്രി 18 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോമ്പസ് സർവേയിങ്. കോമ്പസ് സർവേയിലുള്ള WCB, RB, 4 ബിയറിങ്, ഇൻക്ലൂഡഡ് ആംഗിൾ, ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് പ്രോബ്ലം വരുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് തന്നെ മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഏരിയയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.